ഹായ് കിഡീസ് മലയാളം വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കൂട്ടുകാർക്കൊക്കെ സുഖാണോ? പഠിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു എന്ന് നമുക്ക് വായിച്ചു നോക്കാം. കാണുന്നുണ്ടോ ബോർഡിൽ? ശ്രദ്ധിച്ചു നോക്കിയേ. ക, ഘ, 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 ങ, ച, ഇച്ച, ജ, ഇജ, ഞ, ട, ഢ, ഠ, ഇഢ, ണ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് പഠിച്ചു? ത. കൂട്ടുകാരൊക്കെ താഴെ എഴുതാൻ പഠിച്ചോ? ഓക്കെ, ഗുഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന തായിന് ശേഷമുള്ള വ്യഞ്ജനാക്ഷരം, ത കഴിഞ്ഞിട്ടുള്ള വ്യഞ്ജനാക്ഷരം ധ. ഏതാ? ധ. ധ എങ്ങനെയാ നമുക്ക് എഴുതുന്നെന്ന് ആദ്യം മനസ്സിലാക്കാം. ഒന്ന് പറഞ്ഞാട്ടെ കൂട്ടുകാരി. ധ എങ്ങനെ പറയൂ? ധ. ബോർഡിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ ധ എങ്ങനെ എഴുതുന്നേന്ന്. ആദ്യം നമ്മൾ എന്തോ ചെയ്യാം? നമ്മൾ ലൈൻസ് പഠിച്ചില്ലേ? അതിന്റെ സ്റ്റാൻഡിങ് ലൈൻ ഓർക്കുന്നുണ്ടോ? സ്റ്റാൻഡിങ് ലൈൻ. പിന്നീട് എന്ത് ചെയ്യണം? നമ്മള് സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ. പിന്നീട് എന്തോ ചെയ്യണം? ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അകത്തോട്ട് എഴുതുക. നമ്മള് രാവൊക്കെ എഴുതാൻ എഴുതിയിട്ടേ അതൊന്ന് തിരിച്ച് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ രായല്ല, ആ ഒരു സർക്കിള് അകത്തോട്ട് ഇവിടുന്ന് ഇങ്ങനെ എഴുതുക. ഓക്കെ. നമ്മൾ രായൊക്കെ എഴുതാൻ അകത്തോട്ട് സർക്കിൾ ഇട്ട് കൊടുത്തില്ലേ? അതെന്ത് ചെയ്യാ? ഇവിടുന്ന് ഇങ്ങനെ വന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇട്ട് കൊടുക്ക. എന്തായി? വ്യഞ്ജനാക്ഷരം ധ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ആദ്യം എന്തോ ചെയ്യണോ? സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ. രണ്ടാമത് എന്താ? അതിനോട് ചേർന്ന് സ്ലീപ്പിംഗ് ലൈൻ. മൂന്നാമത് അവിടുന്ന് മുകളിലോട്ട് വരച്ച് അകത്തോട്ടൊന്ന് ചുറ്റി വരക്കുക, അല്ലെങ്കിൽ ഒരു സർക്കിൾ പോലെ താഴത്തോട്ടിട്ട് കൊടുക്കുക. എന്തായി? ധ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ആദ്യം എന്തോ ചെയ്യണോ? സ്റ്റാൻഡിംഗ് ലൈൻ. പിന്നീട് എന്തോ ചെയ്തു? സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ. അത് കഴിഞ്ഞ് മുകളിലോട്ട് വരച്ച് അകത്തോട്ട് വീണ്ടും ഒരു ചുറ്റി വരക്ക, സർക്കിൾ പോലെ. ഓക്കെ. എന്താ അക്ഷരമായി? വ്യഞ്ജനാക്ഷരം ധ. ഒന്നുകൂടി നോക്കിക്ക് എഴുതുന്നേ. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. വീണ്ടും എന്ത് ചെയ്യണം? മുകളിലോട്ട് വരച്ച് അതിനോട് താഴത്തോട്ട് വരക്കുക. ധ. ശ്രദ്ധിച്ചു നോക്കിയേ. സ്റ്റാൻഡിംഗ് ലൈൻ വരക്കുക, സ്ലീപ്പിംഗ് ലൈൻ വരക്കുക, വീണ്ടും മുകളിലോട്ട് വരച്ച് ഇവിടുന്ന് എന്ത് ചെയ്യണം? അതിനോട് ചേർന്ന് അകത്തോട്ട്. ഓക്കെ. വ്യഞ്ജനാക്ഷരം ധ. നമ്മള് രായൊക്കെ എഴുതുന്നില്ല ഇങ്ങനെ അകത്തോട്ട്, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ എഴുതുക. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. വീണ്ടും എന്ത് ചെയ്തു? അവിടുന്ന് മുകളിൽ എഴുതി. പിന്നീട് എന്ത് ചെയ്തു? അകത്തോട്ട് ചുറ്റി താഴത്തോട്ട്. എന്തോ ആയി? വ്യഞ്ജനാക്ഷരം ധ. ഒന്നുകൂടി നോക്കിയേ. ആദ്യം ഇങ്ങനെ സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കെ. രണ്ടാമത് സ്ലീപ്പിംഗ് ലൈൻ. അവിടുന്ന് മുകളിലോട്ട് എഴുതി അത് വീണ്ടും അകത്തോട്ട് ചുറ്റി വരും. ധ. ഒന്ന് ബുക്ക് എടുത്ത് എഴുതിയാട്ടെ. സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കെ. സ്ലീപ്പിംഗ് ലൈൻ. പിന്നീട് എന്തോ ചെയ്യണം? അവിടുന്ന് മുകളിലോട്ട് വരക്കുക. അവിടുന്ന് എന്ത് ചെയ്യണം? അതിനോട് ചേർന്ന് അകത്തോട്ട് കൈവിടാതെ ഒന്ന് എഴുതി നോക്കിയ. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. അതിനോട് ചേർന്ന് അകത്തോട്ട് ചുറ്റി വരക്കുക. വ്യഞ്ജനാക്ഷരം ധ. പറ്റുന്നുണ്ടോ എഴുതാൻ വേണ്ടിയിട്ട്? കൈവിടാതെ എഴുതി നോക്കിയ പറഞ്ഞുകൊണ്ട്. വ്യഞ്ജനാക്ഷരം ധ. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. പിന്നെന്താ? അകത്തോട്ട് എഴുതുക. വ്യഞ്ജനാക്ഷരം ധ. ഏതായിരുന്നു പഠിച്ചത്? ത കഴിഞ്ഞിട്ടുള്ള വ്യഞ്ജനാക്ഷരം ധ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.